വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം കൃപ തന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പലതിലും തോറ്റുപോയത് എന്നൊരിക്കൽ ഒരാൾ പറഞ്ഞതുപോലെ, നമ്മൾ പലതും പഠിച്ചില്ല, അതുകൊണ്ടാണ് നാം തോറ്റുപോയത്. ഓരോ ദിവസവും നാം വചനത്തിൽ നിന്ന് പഠിക്കുകയാണ്. ദൈവവചനം നന്നായി പഠിക്കുന്ന ഒരാൾക്ക് തോൽവി അടയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, രാവും പകലും നീ ഇത് ധ്യാനിക്കണം, നിന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകുമെന്ന്, നീ തൊടുന്നത് സക്സസ് ആകുമെന്ന്. അതുകൊണ്ട് യോശുവ അവനെങ്ങും അങ്ങനെ പരാജയപ്പെടുന്നില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. നന്നായി പഠിച്ചാൽ നല്ല വിജയം ഉറപ്പാണ്. ദൈവവചനം നന്നായി പഠിക്കാമോ, നല്ല വിജയം ഉറപ്പാണ്. യോശുവ ഒരിക്കലൊരു യുദ്ധത്തിന് പോയപ്പോൾ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, പകരം അവൻ സൂര്യനോട് ചന്ദ്രനോട് കൽപ്പിക്കുകയാണ്, ദൈവമേ എനിക്ക് യുദ്ധം ജയിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. കാരണം യുദ്ധം എൻ്റെ കയ്യിലാണ്, യുദ്ധം ദൈവത്തിൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റെ യുദ്ധം ചെയ്യുകയാണ്. ഇനി പ്രത്യേകിച്ച് ആ കാര്യം വീണ്ടും ദൈവത്തെ ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ യുദ്ധത്തിൽ ഒരാളാണ്. എന്നാൽ യുദ്ധം തീരണമെങ്കിൽ സൂര്യൻ അസ്തമിക്കാതെ ഇരിക്കണം, അല്ലെങ്കിൽ യുദ്ധം അടുത്ത ദിവസത്തിലേക്ക് നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ സൂര്യനോട് കടന്നു പോകരുത്, ഇവിടെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. ചന്ദ്രനോട് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരരുത്, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സൂര്യനെ വീണ്ടും ആ യുദ്ധം തീരുവോളം, ജയം പൂർണ്ണമാകും വരെ സൂര്യനെ താൻ പിടിച്ചു നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ മണ്ണിൽ ദൈവത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ദൈവവചനം അറിയാകുന്നവർ സൂര്യനെ പിടിച്ചു നിർത്തി, ചന്ദ്രനെ തടഞ്ഞു നിർത്തി. ദൈവവചനം നന്നായി നാം മനസ്സിലാക്കിയാൽ നമ്മുടെ അധികാരത്തെ, നമ്മുടെ അഭിഷേകത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. കർത്താവ് ഈ ആരാധനയിൽ അതിനുള്ള ജ്ഞാനം നമുക്ക് തുറക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. You are Yahweh. You are Yahweh. You are Yahweh. You are Yahweh. You are Yahweh, Alpha and Omega.
അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. ദൈവത്തിൻ്റെ സമയമായി. ദൈവം അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തു. ഇത് കേൾക്കുമ്പോൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം ഉറപ്പിച്ചോ. നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നിങ്ങൾ വരുന്നേ ഉള്ളൂ. അയ്യോ, ദൈവം പറഞ്ഞതല്ലേ, നടന്നില്ലല്ലോ, ദൈവം പറഞ്ഞതല്ലേ, അത് നടക്കാതെ പോയല്ലോ, ദൈവം എന്തെല്ലാം കാര്യം പറഞ്ഞതാണ്, അയ്യോ ആ പ്രവാചകന്മാർക്ക് തെറ്റുപറ്റിയതാണോ? അല്ല അല്ല അല്ല. ഇനി ആ ദൈവദാസന്മാർക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും ദൈവം അത് നന്മയാക്കി മാറ്റും. ദൈവത്തിൻ്റെ സമയം അടുക്കുന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഒരു ടൈമിങ്ങിൽ ദൈവം അത് ചെയ്യുമെന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സമയങ്ങളൊന്നും മാറിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ സമയം അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നേ ഉള്ളൂ. ദൈവം സമയത്തിന് പ്രവർത്തിക്കുന്നവനാണ്. സഖരിയാവ് ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരം വന്നപ്പോൾ സഖരിയാവ് പറയാണ്, ഞങ്ങളുടെ സമയം കഴിഞ്ഞുപോയി, ഞാൻ വൃദ്ധൻ, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണ്, ഞങ്ങളുടെ സമയം കഴിഞ്ഞു പോയി. ഗബ്രിയേൽ അതിന് ഒരു മറുപടി പറയുന്നുണ്ട്, ഇത് നടക്കും വരെ ഇനി നീ സംസാരിക്കണ്ട, കാരണം ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ സമയത്തിലേക്ക് വന്നാൽ അതിനെതിരെ പറയുന്നവരുടെ വാ അടച്ചിട്ട് ദൈവം ആ കാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവാണ് സക്കറിയ പുരോഹിതൻ്റെ ജീവിത ചരിത്രം. ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഒരാള് അത് നടക്കില്ലെന്ന് ആ ആള് തന്നെ പറഞ്ഞാൽ ആ ആളെ കൊണ്ട് തന്നെ ദൈവം ഈ കാര്യം ചെയ്യിക്കും. ദൈവത്തിൻ്റെ സമയമായാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കോരശ് എന്ന മനുഷ്യൻ വിശ്വാസിയല്ല, അന്യജാതിക്കാരനാണ്, അന്യ രാജ്യത്തുള്ള ഒരാളാണ്. എന്നാൽ ദൈവം അവനെ കണ്ടിരുന്നു, ദൈവം അവനെ ഉണർത്തി, ദൈവം അവനെ രാജാവാക്കി. മാത്രമല്ല ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും കോരശിന്റെ കയ്യിൽ കൊടുത്തു. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, സകല ഭൂമിയും ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ ജനമായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാലയം പണിയാൻ വാ. സ്വർഗത്തിലെ ദൈവം സകല ഭൂമിയും എൻ്റെ കയ്യിൽ തന്നു, ഒരാലയം പണിയുവാൻ എന്നോട് പറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ സമയമായാൽ ദൈവം ആരെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കും. എസ്രയുടെ പുസ്തകം, ചിലർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ ഈ എസ്രയുടെ ചരിത്രത്തിൽ അങ്ങനെ കിടപ്പുണ്ടോ? നമുക്കത് കണ്ടേ മതിയാകും. അതായത് ദൈവത്തിന് ഏത് സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയും. ദൈവത്തിന് മാത്രമേ അത് കഴിയൂ. ഇരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. ശ്രദ്ധിച്ചോ, ഇരമ്യാവ് പറഞ്ഞേച്ചു പോയി. ഇനി നിവർത്തിക്കുക എന്നുള്ളത് ജോലി ഇരമ്യാവിൻ്റെ മക്കൾക്കല്ല. അതിനെക്കുറിച്ച് ഇരമ്യാവ് ഭാരപ്പെടണ്ട. ഇരമ്യാവെ പൊയ്ക്കോ, നിന്നെക്കൊണ്ടത് പറയിപ്പിച്ച് ഞാനത് ഏറ്റു. ഇരമ്യാവ് മുഖാന്തിരം ഉണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തു. ദൈവം ഒരുത്തനെ ഉണർത്തിയാൽ, ദൈവം ഒരുത്തനെ ഉപയോഗിച്ചാൽ അവന് പിന്നെ നാണമില്ല. ലോകം മുഴുവനും അവൻ അത് പറയാൻ തയ്യാറാണ്. നമ്മുടെ സീസണിൽ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണട്ടെ. അദ്ദേഹം പറഞ്ഞു, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു,
സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെ എനിക്ക് തന്നിരിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും ഞാൻ പിടിച്ചടക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടറിനെ പോലെയല്ല. ഇദ്ദേഹം ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും കയ്യിൽ കിട്ടിയ ആളാണ്. അദ്ദേഹം പറയണ എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, എന്നോട് ചോദിച്ചോളുക, ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളെയും ഭൂമിയുടെ അറ്റം വരെയും കൈവശമായി തരുമെന്ന്. പലർക്കും അത് നടക്കണ കാര്യമാണോ? തീർച്ചയായിട്ടും പലർക്കും അതൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ പറഞ്ഞതൊക്കെ നടക്കുമോ? ദൈവം ചെയ്തു കാണിച്ചവനാണ്. ഇപ്പോൾ കോരശ് പറയുകയാണ്, ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. അടുത്ത കാര്യം, യഹൂദയിലെ യെരൂശലേമിൽ അവനെ ഒരാലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഭൂമി മുഴുവനും കൊടുത്തിട്ട് ദൈവം പറയാണ്, നീ എനിക്ക് യെരൂശലേമിൽ ഒരു ദേവാലയം പണിത് തന്നാൽ മതി. ഭൂമി മുഴുവൻ അതിന് കൊടുക്കണമോ? അതാണ് ദൈവം. നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, എനിക്ക് വേണ്ടി ചെയ്യാനുള്ളവനാണെങ്കിൽ ഞാൻ നിന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കും. ഇത് തന്നെയല്ലേ ശലോമോൻ. അവൻ്റെ കാലത്ത് അവനെ പോലെ അതിന് മുമ്പോ ശേഷമോ ഉണ്ടായിരുന്നില്ല. അതുപോലത്തെ ഒരു രാജാവാക്കി മാറ്റിയ ശേഷം അവനെ കൊണ്ട് ദൈവം ഒരു ദേവാലയം പണിയിപ്പിച്ചു. അപ്പൊ ദൈവത്തിൻ്റെ ആലയം പണിയുന്നവൻ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മാറും. പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കർത്താവിൻ്റെ വേലക്കാരായ ഞങ്ങളുടെ ജോലി ദൈവത്തിൻ്റെ ആലയം പണിയലാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരമായ ദേവാലയം ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും വലിയ ആൾക്കാരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ദൈവവേലക്കാർ എന്ന് പറയുന്നത് ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിരിക്കും. ദാവീദിനെ കൊണ്ട് ദേവാലയം പണിയിപ്പിക്കാതെ ശലോമോനെ കൊണ്ട് ദൈവം ദേവാലയം പണിയിപ്പിക്കുന്നു. ഇതാ മറ്റൊരിക്കൽ കോരശിനെ കൊണ്ട് ദേവാലയം പണിയിപ്പിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നവൻ അവൻ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കണം. അതുകൊണ്ടാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് അതുണ്ടാകും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഭാരവും എടുത്തു കളയാൻ ഒരൊറ്റമൂലിയേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ മതി. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനും അനേകരെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റാൻ നിങ്ങൾ രംഗത്തിറങ്ങിയാൽ, സുവിശേഷം അറിയിച്ച് അനേകരെ ഈ രക്ഷയിലേക്കൊന്ന് നയിക്കാമോ? നിങ്ങൾ ഈ ഭൂതലത്തിൽ വെച്ച് കോരശിനേക്കാൾ ശലോമോനേക്കാൾ ശ്രേഷ്ഠരായി മാറും. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തും. അതായത് ദൈവത്തിൻ്റെ ഹൃദയം അതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ആരെങ്കിലും നിന്നാൽ പ്രതിഫലം പ്രാപിച്ചിരിക്കും. ഇന്ന് പലരും ദൈവസഭയിൽ വന്നാൽ സഭയിൽ ഏതെങ്കിലും ഒരു കസേരയിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. കാരണം ദൈവപരിജ്ഞാനം തിരിച്ചറിയാതെ പോകുന്നു. ഈ സത്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നു. ഈ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയാകാനാണ് നിങ്ങളെ കർത്താവ് വിളിച്ചത്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഒന്ന് ഘോഷിക്കാനായിട്ട് തയ്യാറെങ്കിൽ നിങ്ങളുടെ കുടുംബം ദേശത്തെ ഏറ്റവും ഉന്നതമായ കുടുംബമായി മാറും. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതെയാ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ ഭൂതലത്തിൽ ശ്രേഷ്ഠമാക്കണം. ദാവീദ് എന്തുകൊണ്ടാണ് ഏറ്റവും ഉന്നതനായി മാറിയത്? ഒറ്റ കാര്യം, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഭൂമിയിലുള്ള എല്ലാവരും അറിയും.
ഭൂമിയിലുള്ള എല്ലാവരും അറിയുന്ന ഒരു പണി ദാവീദ് ചെയ്തു. ഭൂമിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പണി കോരശ് ചെയ്തു. ഭൂമിയിൽ എല്ലാവരും അറിയുന്ന ഒരു ആലയത്തിന്റെ പണി ശലോമോൻ ചെയ്തു. യേശുവിന്റെ കാലത്ത് ആ ഒരു ദേവാലയം കാണിച്ചിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവിന്റെ പണി കണ്ടു, എത്ര ഭയങ്കരമാണ്. കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ഇതെല്ലാം ഇടിഞ്ഞു പോകും, എത്ര മഹാൻ പണിതാലും. എന്നാൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ പണി എൻ്റെ പണിയായിരിക്കും, എൻ്റെ ആലയമായിരിക്കും, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പണിയായിരിക്കും. പാതാള ഗോപുരത്തിന് അതിനെ മറിച്ചു കളയാൻ കഴിയില്ല. കോരശ് പണിതതും ശലോമോൻ പണിതതും എല്ലാം പൊളിയും. എന്നാൽ ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. അതാണ് അന്ത്യകാലത്തെ ദൈവസഭ. രക്ഷിക്കപ്പെട്ട ജനങ്ങളെ അവരെ കൊണ്ട് പണിയുന്ന, അവരാകുന്ന കല്ലുകൾ ഒരുമിച്ച് ചേർത്ത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയുന്ന, ജീവനുള്ള കല്ലുകളാകുന്ന നമ്മെ ചേർത്ത് പണിയുന്ന ആ പണിയാണ് പാതാള ഗോപുരത്തിന് മറിച്ചു കളയാൻ കഴിയാത്ത ഏറ്റവും വലിയ പണി. അബ്രഹാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്, വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ സമയമായപ്പോൾ ജനങ്ങൾ മിസ്രൈമിൽ വർദ്ധിച്ച് 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 പെരുകുവാനിടയായി തീർന്നു. നിന്റെ സമയമായാൽ ഒരു വലിയ വർധനവിലേക്ക് നീ കടന്നു വരും. നിന്റെ സമയമായാൽ നിന്റെ വർധനവിനെ തടയാൻ ആർക്കും കഴിയില്ല. നിന്റെ വാഗ്ദത്തം നിവർത്തിയാകാൻ സമയമായി. നിനക്കൊരു വർധനവിന്റെ സീസൺ വരികയാണ്. അതിന്റെ സീസൺ അടുത്തു. ഒരു വർധനവ് കണ്ടാൽ ഓർത്തോ, നിന്റെ സമയം അടുത്തു. നിന്റെ പ്രാർത്ഥന വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന ഉപവാസവും പഴയതിനേക്കാൾ അധികം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സമയമായി, നിന്റെ വിടുതലിന്റെ സമയമായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നീ കൂടുതൽ ദൈവത്തോടും കർത്താവിൻ്റെ തിരുസഭയോടും കൂടുതൽ അടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ മറുപടികളുടെ സീസണായി. ഇതൊരടയാളമായി കയ്യിൽ കരുതുക. ഈ ദിവസങ്ങളിൽ ഇടവിടാതെ ദൈവമുഖം അന്വേഷിക്കുന്ന ദാനിയേലിനെ പോലെ നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ സമയമായല്ലോ, അവരുടെ വാഗ്ദത്ത കാലങ്ങൾ അടുത്തു വരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഈ സന്ദേശം അവർ കേട്ടത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ, ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമുള്ളവരായി മറുപടികൾ പ്രാപിച്ച് ഈ ഭൂമിയിൽ പാതാള ഗോപുരം ജയിക്കാത്തൊരു സഭയായി, കത്തി ജ്വലിക്കുന്ന ദൈവ തേജസ്സുള്ളവരായി എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, വർദ്ധിച്ച് പെരുകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലാണ്. രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. എല്ലാവരും കുട്ടികളടക്കം കടന്നു വരുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം, ഈ വചനത്തിൽ നമുക്ക് ആനന്ദിക്കാം. ഗോഡ് ബ്ലെസ് യു.